അങ്ങനെ രേഖാചിത്രം സിനിമ കണ്ടു. കുറച്ച് ലേറ്റായി സിനിമ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസിയും കാര്യങ്ങളായിരുന്നു അതായിരുന്നു. ബട്ട് സിനിമ കണ്ടു. നല്ല അടിപൊളി പടം, നല്ല നൈസായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി. പെർഫെക്റ്റ് ആയിട്ട് തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത. ആൻഡ് ഈ സിനിമ ഒരു സാധാ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി മോഡിൽ പോകുന്ന ഒരു സിനിമയല്ല. അതിനെ കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി ആക്കുന്ന ഒരു സാധനം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആക്കാമായിരുന്ന സാധനത്തിനെ കുറച്ചും കൂടി ഒരു എലിവേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ രീതിയിലേക്കുള്ള ഒരു മേക്കിംഗ് എല്ലാം കൊടുത്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് ഈ സാധനം ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗംഭീര സ്ക്രിപ്റ്റിൽ ഒരു ഗംഭീര മൂവി കണ്ട ഫീൽ ആയിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. ഒരു ഗംഭീര ട്വിസ്റ്റോ ഭയങ്കര കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളോ അങ്ങനത്തെ ഒരു സാധനം ഈ സിനിമയിലില്ല. ഇതിൻ്റെ അകത്ത് സ്പെഷ്യാലിറ്റി ആക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ തന്നെ ഉണ്ട്. അതുതന്നെ കുറേ സ്പോയിലർ ആയതിനെ കൊണ്ട് ഈ സിനിമയെ പറ്റി അങ്ങനെ ഇറങ്ങി ചെന്ന് പറയാനും പറ്റില്ല. ഈ സിനിമയുടെ കഥയോ എവിടെ എന്താ സംഭവിക്കുന്നത് അതൊന്നും ഈ സിനിമയെ പറ്റി പറയാനേ പറ്റില്ല. കാരണം മൊത്തം ഒരു സ്പോയിലർ കണ്ടന്റ് തന്നെയാണ് സിനിമേൻ്റെ. ആൻഡ് സ്പോയിലർ ഫ്രീ ആയിട്ട് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി ആസിഫ് അലി ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് വളരെ നേരം കാതോട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു. സോ ആ ഒരു മൂവിയായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ലിങ്കിങ് ഉണ്ട് ഈ സിനിമയ്ക്ക്. സോ അതെങ്ങനെയാണ്, അത് എങ്ങനെയെല്ലാം ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് ഈ സിനിമയിൽ. ആ ലിങ്കിങ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയിൽ ഏറ്റവും ഗംഭീര സ്പെഷ്യാലിറ്റി എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ മൂവി അല്ലാണ്ട് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാധനം അത് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഗംഭീര വർക്കിൻ്റെ അകത്ത് വന്നൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു രക്ഷയില്ല, നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ആസിഫ് അലിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ പോലീസുകാരനായിട്ട് വേണം. ഒരു നോർമൽ പോലീസുകാരൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ആസിഫ് അലി ഒരു കേക്ക് വാക്ക് നല്ല വൃത്തിക്കാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആസിഫ് അലിക്ക് നല്ല നല്ല സ്ക്രിപ്റ്റെല്ലാം കിട്ടുന്നുണ്ട്, നല്ല സെലക്ഷനാണ് ആസിഫ് അലി. അതിന് ആസിഫ് അലിൻ്റെ അകത്ത് ഒരു നോർമൽ പോലീസുകാരനാണ്. ഞാൻ പറഞ്ഞു, ഒരു സൂപ്പർ കോപ്പോ അഗ്രസീവ് ആകുന്ന അങ്ങനത്തെ ഒരു പോലീസുകാരനെ അല്ല, ഒരു നോർമൽ പോലീസുകാരനാണ്. ഇപ്പോൾ തലവൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു ഒരു ആസിഫ് അലി ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വന്നതിന് നോർമൽ അധികം അഗ്രസീവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ സിനിമയിൽ. അത് ഗംഭീര സീനായിരുന്നു. സോ ആ ഒരു പോർഷൻ വിട്ട് ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സാധാ പോലീസുകാരൻ എങ്ങനെയാണോ നീറ്റായിട്ട് തന്നെ ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. ആ സിനിമേൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അനശ്വര രാജ് തന്നെയാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമേൻ്റെ ഒരു കോറ് ആ ഒരു ക്യാരക്ടറാണെന്ന് വേണം പറയാം. അത്രയ്ക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. സോ ഈ സിനിമയെ പറ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സാധനം വെച്ചാൽ ആ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ്. അതിനെപ്പറ്റി ഇറങ്ങിച്ചെന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് ഫുള്ളി സ്പോയിലറാണ്. ഈ സിനിമേൻ്റെ എവിടെയും എന്താ സംഭവിക്കുന്നത്, എന്താ ഒരു സാധനം ഒന്നും പറയാൻ പറ്റില്ല, മൊത്തം സ്പോയിലറാണ്. ഒരു സിനിമ എലിവേറ്റ് ആവുന്ന ചില പോർഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ സിനിമേൻ്റെ വേറൊരു മെയിൻ കണ്ടന്റ് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നെല്ലാം പറയുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു സീനിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യണമെന്ന് ഈ കൃത്യമായിട്ട് ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന് അറിയാം. ഈ സിനിമേൻ്റെ ഗംഭീരം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ മൂവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഗംഭീര മ്യൂസിക് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പരിപാടിയും എല്ലാം ഇതിനകത്ത് നല്ല കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് സിനിമ ഫെയിൽ ചെയ്തത്. തുടക്കമൊട്ട് അവസാനം വരെ നൈസ് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത് ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് മോശം എന്നല്ല. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ചെറുങ്ങനെ എന്ന സിനിമ വലിപ്പിക്കുന്ന പോലെ തോന്നി. പക്ഷേ സിനിമയ്ക്ക് അനിവാര്യം തന്നെയാണ്. സിനിമയ്ക്ക് അത് വേണ്ട സാധനം തന്നെയാണ്. ഇപ്പോൾ റിവീലും കാര്യങ്ങളെല്ലാം വന്നാൽ തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ പറ്റും. ബട്ട് അത് കുറച്ച് വലിപ്പിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്രയും എനിക്ക് നെഗറ്റിവിറ്റി ആയിട്ട് സിനിമയെ പറ്റി തോന്നിയിട്ടില്ല. വേറൊരു കാര്യം എനിക്ക് നെഗറ്റിവിറ്റി ആയിട്ട് തോന്നിയില്ല. തുറക്കൊട്ട് അവസാനം തന്നെ ഗംഭീര ഫീൽ തന്നെയായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി കണ്ട ഒരു ഫീൽ എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പം കിട്ടി. ആസിഫ് അലിൻ്റെ പെർഫോമൻസ് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. ഗംഭീര പെർഫോമൻസ്. മൂപ്പർക്ക് പിന്നെ ഒരു പോലീസ് ക്യാരക്ടറിനും കൂടി കിട്ടിയൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഗംഭീരനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വരാജൻ ഓഫ്കോഴ്സ് നല്ല ഇങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് വൈസ് ഈ സിനിമ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം പരിപാടി നൈസായിട്ട് ഫീൽ ചെയ്തു. അത് വേറൊരു സിനിമയിൽ കാണിക്കാത്തൊരു മൂഡിലോട്ടായി സിനിമ ഇങ്ങനെ വന്നത്. ആൻഡ് കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, അത് സ്പോയിലർ ആയിക്കൊണ്ടൊന്നും പറയുന്നില്ല. ആൻഡ് സിദ്ദിഖൊക്കെ ഉണ്ട്. സിദ്ദിഖൊക്കെ കുറച്ച് സമയമേ ഉള്ളൂ. ഉള്ള റോള് ഗംഭീരം തന്നെ ചെയ്യുന്നുണ്ട്. മൂപ്പർ എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണത്. സോ കിടിലൻ സിനിമ, കിടിലൻ സ്ക്രിപ്റ്റ്, കിടിലൻ എക്സിക്യൂഷൻ, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത്രേ പറയാനുള്ളൂ. ആൻഡ് ഈ രേഖാചിത്രം എന്ന സിനിമേൻ്റെ പേരിന് ഈ സിനിമേനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. ആ ഡെഫിനിഷൻ ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി മനസ്സിലാവും പേരിന് എന്തിനാണ് കൊടുത്തതെന്ന്. സോ ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പേരിൻ്റെ ഒരു സൂചനയും അത് ഭയങ്കര അടിപൊളിയായിരുന്നു. സോ മൊത്തത്തിൽ ഈ സിനിമ നല്ലൊരു മൂവി തന്നെയാണ്. കണ്ടിട്ട് എന്തായാലും കണ്ടുനോക്കുക.